ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ചൂടുകട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഡംബൽസ് ഇല്ല എന്നും പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. 2 ചൂടുകട്ട നിങ്ങൾക്ക് ആർക്കും എവിടെ നിന്നും കിട്ടുന്ന സാധനമാണ് ഈ ചൂടുകട്ട. വലിയ വിലയൊന്നും കൊടുത്ത് മേടിക്കേണ്ട ആവശ്യവുമില്ല. അപ്പം ആ 2 ചൂടുകട്ട മതി നമ്മുടെ ഷോൾഡർ മസിലിനെയും ചെസ്റ്റ് മസിലിനെയും അടിപൊളിയാക്കുന്നതിന്. ഓക്കെ, നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, അടിപൊളി വർക്കൗട്ടുകളാണ്. ഞാൻ ഈ കൃത്യമായിട്ട് പറഞ്ഞു തരാം ഈ വർക്കൗട്ടുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ വീട്ടിലൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്ന വർക്കൗട്ടുകളാണ്. ഓക്കെ, അപ്പം അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ചുടുകട്ട വർക്കൗട്ടിലോട്ട് പോവാം. അപ്പം ഫ്രണ്ട്സ്, നമുക്ക് വർക്കൗട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിൽ ഡംബലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി വർക്കൗട്ടാണ്. നിങ്ങളുടെ ഷോൾഡറിനും ചെസ്റ്റിനും ഒക്കെ നല്ല ആക്ടിവേഷൻ ആക്കാൻ പറ്റിയ അടിപൊളി വർക്കൗട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ 2 ഇഷ്ടിക എടുത്തിട്ട്, എൻ്റെ കയ്യിൽ ഇപ്പം ചൂടുകട്ട അല്ല ഉള്ളത്. ഓക്കെ, നിങ്ങൾ 2 ചൂടുകട്ട എടുത്ത് ഇതേ കണക്ക് നിങ്ങളുടെ ഷോൾഡർ ലെവൽ വെച്ചതിന് ശേഷം നിങ്ങൾ പുഷപ്സ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കൈ ഇതേ കണക്ക് ഫ്രണ്ടിലോട്ട് കയറ്റി പിടിച്ചിട്ട് നിങ്ങൾ ഇതേപോലെ പുഷപ്സ് ചെയ്യുക. ഈ പുഷപ്സ് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ചെസ്റ്റിനും ഷോൾഡറിനും നല്ല വർക്കൗട്ടാണ്. എസ്പെഷ്യലി ചെസ്റ്റിന് നല്ല ടാർഗറ്റ് ചെയ്തുള്ള ഒരു വർക്കൗട്ടാണ് പുഷപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു പുഷപ്സ് ഒരു 3 സെറ്റ് ചെയ്യാം. ഒരു 15 റെപ്സ് വെച്ചിട്ട് ഒരു 3 സെറ്റ് ചെയ്യാം. അതിനുശേഷം രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത്, ഓക്കെ, നിങ്ങൾ ഈ ഒരു പുഷപ്പിൻ്റെ പൊസിഷൻ വന്നിട്ട് ഇതേ കണക്ക് ഇതാണ് നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ചെസ്റ്റിനെയും നിങ്ങളുടെ ഷോൾഡറിനെയും നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു വർക്കൗട്ടാണ്. നിങ്ങൾക്കിതൊരു 15 റെപ്സിൻ്റെ 3 സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിനകത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന വർക്കൗട്ടാണ്. റൂമിലല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങളുടെ ഓപ്പൺ സ്പേസിലോ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്. നമുക്ക് എക്യുപ്മെൻസുകൾ ഒന്നും ഇല്ല എന്ന് കരുതിയിട്ട് ഈ വർക്കൗട്ട് ചെയ്യാതിരിക്കുന്ന ആൾക്കാർക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വർക്കൗട്ട് രീതിയാണിത്. ഓക്കെ, നിങ്ങൾ ജിമ്മിൽ പോകുന്നവരെയും കാട്ടിയും ബെറ്ററായിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ഹെൽത്തൊക്കെ കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റും. അടുത്തായിട്ട് നമ്മുടെ 3ാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത്, ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾ വരിക. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് വളരെ സാവധാനത്തിൽ 1 2. ഓക്കെ, ഈ ഒരു വർക്കൗട്ടും നിങ്ങളുടെ ചെസ്റ്റിനെയും നിങ്ങളുടെ ഷോൾഡറിനെയും ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കൗട്ടാണ് കേട്ടോ. സൂപ്പർ വർക്കൗട്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ടും നിങ്ങൾക്ക് ഒരു 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യാം. നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ സ്റ്റാമിനയൊക്കെ ദിവസേന വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് റെപ്സിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതും വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ബാക്ക് മസിലിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതേകണക്ക് തന്നെ നിങ്ങളുടെ ഷോൾഡർ മസിൽ, നിങ്ങളുടെ കോർ മസിൽ, ചെസ്റ്റ് മസിലിനൊക്കെ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പം നമ്മുടെ അടുത്ത വർക്കൗട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ചെസ്റ്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ 2 ചൂട് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതേ കണക്ക് ചെയ്യുക. കണ്ടില്ലേ, ഇത് ചെസ്റ്റ് ഫ്ലൈ എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പം ഈ ഒരു വർക്കൗട്ടും നിങ്ങൾക്കൊരു 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യാം. നിങ്ങൾ നല്ല രീതിയിൽ സ്ക്വീസ് ചെയ്തിട്ട് ചെസ്റ്റിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് ഈ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ ചെസ്റ്റ് മസിലിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് ഈ വർക്കൗട്ട് ചെയ്യുക. വളരെ പ്രയോജനകരമായിട്ടുള്ളൊരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ചെസ്റ്റിനെ നല്ല ഷേപ്പാക്കിയൊക്കെ മാറ്റാൻ സഹായിക്കുന്ന നല്ല അടിപൊളി ഒരു വർക്കൗട്ടാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. വളരെ സാവധാനത്തിൽ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചെയ്താൽ മതിയാവും. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ബ്രീത്തിങ്ങിനെ കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും വീഡിയോയിലെല്ലാം ഞാൻ ബ്രീത്തിങ്ങിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ബ്രീത്തിങ്ങിനെ കുറിച്ച് പറയാത്തത്. ഓക്കെ, അപ്പം അടുത്ത നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് 2 ചൂടുകട്ട നിങ്ങൾ ഇതേ കണക്ക് ചേർത്ത് പിടിക്കുക. അതിനുശേഷം ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. വളരെ സാധാരണ താപ്പോട്ട് മാക്സിമം സ്ക്വീസ്. ഓക്കെ, നിങ്ങൾ മുകളിലോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ കൈ ഉയർത്തുക. കാരണം നമ്മുടെ ചെസ്റ്റിന് നല്ല ഒരു സ്ക്വീസ്, നല്ലൊരു സ്ട്രെസ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ ഒരു വർക്കൗട്ടും നിങ്ങൾക്കൊരു 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യാം. ഇതും നമ്മുടെ ചെസ്റ്റിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രൈസെപ്സിനെ ആക്ടിവേഷനാക്കാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഈ ഡംബലൊന്നും ഇല്ലാതെ വിഷമിച്ച് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ എത്ര രീതിയിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. പക്ഷേ എന്നാൽ പോലും ചില
കുട്ടികളുടെ കയ്യിലൊന്നും ഇത് കാണില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വർക്കൗട്ട് രീതിയാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. അപ്പം അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെസ്റ്റിനെ ടാർഗറ്റ് ചെയ്തിട്ട് അപ്പർ ചെസ്റ്റിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. ഓക്കെ, ഇതേ കണക്കാണ് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഞാനിരിക്കുന്ന കണക്ക് ഇരിക്കാം, നിങ്ങൾക്ക് നിന്നുകൊണ്ട് വേണമെങ്കിലും ഈ വർക്കൗട്ട് ചെയ്യാം. ഇത്രമാത്രം നിങ്ങൾ ചുടുകട്ട ഉയർത്തുക, ഇത്രമാത്രം. കണ്ടില്ലേ? അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പർ ചെസ്റ്റിനെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന വർക്കൗട്ടാണ്. വളരെ സാവധാനത്തിൽ താഴോട്ട് കൊണ്ടുവരിക, ഇതേ കണക്ക് ഇത്രമാത്രം നിങ്ങൾ ഉയർത്തുക. ഓക്കെ, വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പം ഈ ഒരു വർക്കൗട്ടും നിങ്ങൾക്ക് ഒരു 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ചുടുകട്ട നിങ്ങളുടെയൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം വെച്ചാൽ ചുടുകട്ടയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ രണ്ടും ഈക്വൽ വെയിറ്റ് ആയിരിക്കും. കാരണം ഒരേ കണക്കുള്ള അച്ചിൽ മെഷീനിലൊക്കെ വാർത്തെടുക്കുന്ന സാധനം ആയതുകൊണ്ട് തന്നെ ഒരേ കണക്കുള്ള വെയിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം അടുത്ത നമ്മളെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഷോൾഡറിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള വർക്കൗട്ടാണ്. നിങ്ങൾക്ക് ഇതേ കണക്ക് ഈ വർക്കൗട്ട് ചെയ്യാം, ഇതേപോലെ നിങ്ങൾക്ക് ഉയർത്താം. ഓക്കെ, നിങ്ങളുടെ കൈയുടെ എൽബോ ഒരല്പം ബെൻഡ് ചെയ്ത് ഇരിക്കണം, ഫ്രണ്ടിലോട്ട് ഒരല്പം ബെൻഡ് ചെയ്തിരിക്കുക. ഇത് നിങ്ങളുടെ ഈ സൈഡ് ഡെൽറ്റോയിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ സൈഡ് ഭാഗം ഉണ്ടല്ലോ, ഡെൽറ്റോയിൻ്റെ ആ ഒരു ഭാഗത്തിനെ നല്ല രീതിയിൽ ആക്റ്റീവ് ആക്കുന്ന ഒരു വർക്കൗട്ടാണ്. ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യാം. സാവധാനത്തിൽ നിങ്ങൾ വെയിറ്റ് താഴോട്ട് കൊണ്ടുവരിക. അത് കണക്ക് വളരെ ടാർഗറ്റ് ചെയ്ത് നല്ലോണം കോൺസെൻട്രേഷൻ ചെയ്ത് ഷോൾഡറിലോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്കൗട്ട് ചെയ്യുക. നമ്മുടെ രണ്ടാമത്തെ ഷോൾഡറിൻ്റെ വർക്കൗട്ട് ഇതാണ്. ഓക്കെ, ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് ഡെൽറ്റോയിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. അതിലുപരിയായിട്ട് നമ്മുടെ ട്രാപ്സ് മസിലിനും നല്ല ഒരു വർക്കൗട്ടാണ്. ഇത് കണക്ക് നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ടും ചെയ്യാം. ഓക്കെ, ഇതും നിങ്ങൾ 15 റെപ്സിൻ്റെ 3 സെറ്റ് ചെയ്യുക. ഇത്രമാത്രമാണ് നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കത് വീട്ടിൽ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നിങ്ങൾക്ക് ഈ വർക്കൗട്ട് വീട്ടിൽ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചെസ്റ്റ് മസിലിനെയും നിങ്ങളുടെ ഷോൾഡർ മസിലിനെയും നല്ല രീതിയിൽ ഷേപ്പാക്കി മാറ്റാനും ഒക്കെ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത്.